ഓം ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗവിധ്യാനഗമ്യം വന്ദേ വിഷ്ണു ഭയകരം സർവലോകൈകനാഥം. ഓ നമോ ഭഗവതേ വാസുദേവായ, നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ഇന്ന് ശ്രീകൃഷ്ണ ചരിതാമൃതത്തിലെ 13-ാം അധ്യായം ഹംസഗീതയാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. ഭഗവാൻ തുടർന്ന് ഉദ്ധവരോട് പറഞ്ഞു, സത്വം രജസ് തമസ് എന്നീ മായാഗുണങ്ങൾ ബുദ്ധിക്കാണുള്ളത്, ആത്മാവിനല്ല. സത്വം പ്രകാശത്തിൻ്റെയും രജസ് കർമ്മത്തിൻ്റെയും തമസ് മോഹത്തിൻ്റെയും ഗുണങ്ങളാണ്. ആദ്യം സത്വഗുണം വളർത്തി രജസിനെയും തമസിനെയും ഒഴിച്ചു മാറ്റണം. തുടർന്ന് സത്വഗുണം കൊണ്ട് തന്നെ സത്വഗുണത്തെ ജയിക്കണം. സത്വഗുണം കൊണ്ട് ഭഗവത് ഭക്തി രൂപമായിരിക്കുന്ന ധർമ്മം അഭിവൃദ്ധി പ്രാപിക്കും. ധർമ്മം രജസിനെയും തമസിനെയും നശിപ്പിക്കും. അതുകൊണ്ട് സത്വഗുണത്തിൽ വളർച്ച നല്ലതാണ്. രജസും തമസും നശിച്ചാൽ അധർമ്മത്തിന്റെ വിത്ത് അതോടെ നശിക്കും. വേദം, ജലം, സന്താനം, ദേശം, ധ്യാനം, മന്ത്രം, സംസ്കാരം എന്നിവയാണ് ഗുണഹേതുക്കൾ. ഇവയിൽ അറിവുള്ളവരുടെ പ്രശംസയ്ക്ക് പാത്രമാകുന്നവ സത്വഗുണത്തെ വളർത്തും. അവർ നിന്ദിക്കുന്നവ തമോ ഗുണത്തെ വളർത്തും. നിന്ദിക്കുകയോ സ്തുതിക്കുകയോ ചെയ്യാതെ തള്ളുന്നവ രജോ ഗുണത്തെ വളർത്തും. ശ്രേയസ് ആഗ്രഹിക്കുന്ന മനുഷ്യൻ സാത്വികങ്ങളായവയെ സേവിക്കണം. സത്വഗുണത്തിൽ നിന്ന് ധർമ്മവും ജ്ഞാനവും രൂപപ്പെടും. വേണ്ടത് ഓർമ്മിക്കാനും വേണ്ടാത്തത് മറക്കാനും കഴിവുണ്ടാകും. സത്വഗുണ ചിന്തകൾ പരസ്പരം ഏറ്റുമുട്ടി ജ്ഞാനാഗ്നിയെ ജ്വലിപ്പിച്ച് അതിൽ സ്വയം നശിക്കാനിടയാകും. കാട്ടുമുളകൾ തമ്മിൽ ഉരസി അഗ്നിയെ ജ്വലിപ്പിച്ച് സ്വയം വെന്തെരിയും. അതുപോലെ ഗുണങ്ങളുടെ നാശത്തോടെ ഗുണപരിണാമമായിരിക്കുന്ന ദേഹവും വിട്ടുമാറി ബോധരൂപമായിരിക്കുന്ന ആത്മതത്വം തെളിയാനിടവരും. ഇത്രയുമായപ്പോൾ ഉദ്ധവർ വീണ്ടും ഭഗവാനോട് ചോദിച്ചു, കൃഷ്ണ, മിക്കവാറും മനുഷ്യർ ആപത്തുകൾക്ക് ഇരിപ്പിടമായിരിക്കുന്ന ജഡവിഷയങ്ങളെ ആശ്രയിക്കുന്നതായിട്ടാണ് കാണുന്നത്. ആപത്തുകൾ എത്ര അനുഭവിച്ചാലും പട്ടികളെയും കഴുതകളെയും മാടുകളെയും പോലെ മനുഷ്യൻ വിഷയങ്ങളുടെ പിന്നാലെ തന്നെ പറ്റിക്കൊടുന്നു. ഇതിനെന്താണ് കാരണം? അപ്പൊ ഉദ്ധവരോട് ഭഗവാൻ പറയുന്നത്, ഈ മായാഗുണങ്ങളാണ് ബുദ്ധിയെ ബാധിക്കുന്നത്. അതാണ് സത്വം, രജസ്, തമസ്. ഇത് പ്രകൃതി ഗുണങ്ങളാണ്. ഗീതയിൽ ഗുണത്രയ വിഭാഗത്തെ പറ്റി തന്നെ വളരെ വ്യക്തമായിട്ട് ഈ ഗുണങ്ങളുടെ എങ്ങനെ ഒക്കെയാണ് അതിൻ്റെ പ്രഭാവം നമ്മളിൽ ചെലുത്തുന്നതും പ്രകൃതിയിൽ എങ്ങനെയാണ് അതിൻ്റെ വിഭാഗം നമുക്ക് കണ്ടെത്താൻ സാധിക്കുക എന്നൊക്കെ വിസ്തരിച്ചതാണ്. ഈ ഗുണങ്ങളൊന്നും ആത്മാവിനെ ബാധിക്കുന്നതുമല്ല. അപ്പം യഥാർത്ഥത്തിൽ സത്വഗുണം പ്രകാശത്തിൻ്റെതാണ്, എന്നാൽ രജോ ഗുണ കർമ്മത്തിൻ്റെതാണ്. പ്രകാശം എന്ന് പറഞ്ഞാൽ ജ്ഞാനമാകുന്ന ദീപത്തിന്റെ പ്രകാശം, അതാണ് സത്വഗുണം. സത്വഗുണത്തിന്റെ ഫലം, സത്വഗുണം വർദ്ധിച്ചാലുള്ള ഫലം യഥാർത്ഥ അറിവ് ലഭിക്കും. യഥാർത്ഥ അറിവെന്ന് പറഞ്ഞാൽ ഈശ്വരീയമായ ജ്ഞാനം, ആത്മജ്ഞാനമാണ് ലഭിക്കുക. ആത്മാവിനെ പറ്റി അറിയാൻ സാധിക്കുക. ആത്മാവിനെ ഗുണങ്ങളൊന്നും ബാധിക്കാത്തത് കൊണ്ട് ആത്മാവിലാണ് യഥാർത്ഥ അറിവ് ശേഖരിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മൾ എത്രയോ ജന്മങ്ങളിൽ താത്വികമായിട്ടുള്ള അറിഞ്ഞോ അറിയാതെയോ കർമ്മങ്ങൾ ചെയ്ത് അതിൽ നിന്ന് യഥാർത്ഥത്തിൽ വേണ്ടതും വേണ്ടാത്തതും ആയിട്ട് തരംതിരിച്ച് വേണ്ടതിനെ മാത്രം നമ്മുടെ തന്നെ മെമ്മറി കാർഡാകുന്ന ഈ ആത്മാവിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ഗുണഭേദമൊന്നുമില്ല. ഗുണങ്ങളെ ബാധിക്കുന്നതായിട്ടുള്ള ഒരു അറിവും അതിൽ റെക്കോർഡ് ചെയ്യപ്പെടില്ല. സത്വഗുണത്തിൻ്റെയോ രജോ ഗുണത്തിൻ്റെയോ തമോ ഗുണത്തിൻ്റെയോ സംബന്ധമല്ലാത്ത പരമമായ ജ്ഞാനം മാത്രമേ ആത്മാവിൽ സ്ഥിതമായിട്ട് നിൽക്കൂ. അപ്പോൾ അതിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഈ ഗുണങ്ങളെ ജയിക്കുകയും വേണം. നമുക്ക് ഈ അറിവ് നല്ലത് ചീത്തയായിട്ടുള്ള അനേക ജന്മങ്ങളിലൂടെ ഒരു പട്ടിയ പൂച്ചയായിട്ട് ജനിച്ചാൽ പോലും അതിൽ നിന്നൊരറിവുണ്ട്, അതിനും ഉണ്ട് ഒരറിവ്. ഈവൻ ഒരു പയറ് വിത്തോ ഒരു കടുക് മണിയോ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അത് വളർന്ന് വലുതാകേണ്ട അറിവ് അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ. ഇതേപോലെ
ആത്മാവിനെ ഗുണങ്ങൾ ബാധിക്കില്ലേലും അതെന്തായി തീരണം എന്നുള്ള അറിവ് അതിനുണ്ട്. അപ്പൊ അതുകൊണ്ട് ആത്മതലത്തിലേക്ക് ഉയരണം. അതാണ് ഭഗവാൻ ഉദ്ദേശിച്ചത്. അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ശരീരം കിട്ടിയിരിക്കുന്നത് കൊണ്ട് ശരീര സംബന്ധമാണ് ഈ സത്വരജ തമോ ഗുണങ്ങൾ. അത് ബുദ്ധിയെയും ഇന്ദ്രിയങ്ങളെയും ഒക്കെ ബാധിക്കും. പ്രധാനമായിട്ട് ഇവിടെ ഭഗവാൻ പറയുന്നത് ഈ ഗുണഭേദങ്ങൾ ശരിക്കും ബാധിക്കുന്നത് ബുദ്ധിക്കാണ്. ബുദ്ധിയെ ബാധിച്ചാൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കിയുള്ള ഇന്ദ്രിയ എല്ലാ ശരീരത്തിലെ എല്ലാ ഭാഗത്തേക്കും അതിന്റെ പ്രഭാവം ചെലുത്തപ്പെടും. സംശയമൊന്നുമില്ല ആ കാര്യത്തിൽ. അപ്പൊ അതുകൊണ്ട് ബുദ്ധിയെ ജയിക്കണം. ബുദ്ധിയെ ജയിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിയെ സ്ഥിതം ചെയ്യണം. എന്തിൽ സ്ഥിതം ചെയ്യണം? സത്വഗുണത്തെ സ്ഥിതം ചെയ്യണം. അതിൽ നിന്ന് യഥാർത്ഥ അറിവ് ലഭിക്കും. അപ്പോഴാണ് കർമ്മണോഖ്യവി ബോധവ്യം ബോധവ്യം ച വികർമ്മണ എന്ന് പറയുന്ന ബോധം ഉണ്ടാവും. എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നുള്ള ബോധമൊക്കെ കൃത്യമായിട്ട് നിവർത്തിമാർദ്ദത്തിൽ പ്രവർത്തിക്കണമെന്നുണ്ട്. ഈ സത്വഗുണം വർദ്ധിപ്പിക്കണം. അപ്പൊ സത്വഗുണം വർദ്ധിക്കണമെങ്കിൽ തമസിനെയും രജസിനെയും ജയിക്കുകയും വേണം. ഈ ശരീര സംബന്ധമായിരിക്കുന്ന തമസും രജസും സത്വഗുണം വർദ്ധിപ്പിക്കാൻ സമ്മതിക്കില്ല. യഥാർത്ഥ ധർമ്മം നടപ്പാകണമെങ്കിലും ധർമ്മത്തിന് അഭിവൃദ്ധി ഉണ്ടാകണമെങ്കിലും സത്വഗുണം കൊണ്ട് ഭഗവത് ഭക്തി രൂപമായ ധർമ്മം അഭിവൃദ്ധി പ്രാപിക്കണം. ധർമ്മം ഏത് ചെയ്താലും വേണ്ടില്ല, ധർമ്മമാണെന്ന് ധരിച്ച് ചെയ്താൽ അത് രജസിനെയും തമസിനെയും നശിപ്പിക്കുന്ന വിധത്തിലുള്ള കർമ്മയോഗത്തെ അനുഷ്ഠിക്കണം. അതുകൊണ്ട് സത്വഗുണത്തിന്റെ വിത്ത് സത്വഗുണത്തിന്റെ വളർച്ച നല്ലതാണ്. രജസും തമസും നശിച്ചാൽ അധർമ്മത്തിന്റെ വിത്ത് അതോടെ നശിക്കും. നമ്മളിൽ ന്യായാന്യായങ്ങളെ വേർതിരിച്ച് അറിഞ്ഞാൽ പിന്നെ ന്യായമനുസരിച്ച്, ഇല്ലെങ്കിൽ തെറ്റും ശരിയും മനസ്സിലാക്കിയാൽ ശരി അനുസരിച്ച് മാത്രം പ്രവർത്തിക്കാനുള്ള പ്രവണത കിട്ടണമെങ്കിൽ സത്വഗുണം വർദ്ധിക്കണം. മനുഷ്യന് വിശേഷ ബുദ്ധി നൽകിയിട്ടുണ്ടെങ്കിൽ ഈ 3 ഗുണങ്ങൾ ബാധിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഭ്രമിക്കണം. സത്വഗുണം മാത്രമേ ഉണ്ടായിരുന്നെങ്കിൽ മനുഷ്യൻ ഒറ്റ ജന്മത്തിൽ തന്നെ മോക്ഷം കിട്ടിയത്. പക്ഷേ ഈ പ്രകൃതിജന്യമായിട്ട് ശരീര സംബന്ധമായിരിക്കുന്ന ഈ 3 ഗുണവും കൂടെ ബാധിച്ചത് കൊണ്ടാണ് ഈ പ്രശ്നം. അതുകൊണ്ട് അതിലേറ്റവും ശത്രുവാണ് തമോ ഗുണവും രജോ ഗുണം. അതിനെ നശിപ്പിച്ചാലേ സത്വഗുണം വളരൂ. പക്ഷെ സത്വഗുണം വളർത്താൻ ഈ രജസും തമസും ഒട്ടും സമ്മതിക്കുകയുമില്ല. അതാണ് സത്വഗുണത്തെ വളർത്താൻ വേണ്ടിയിട്ട് ഇവയിൽ അറിവുള്ളവരുടെ പ്രശംസയ്ക്ക് പാത്രമാകുന്നവ. അതായത് വെറുതെ ആരെങ്കിലും പ്രശംസിച്ചാൽ പോരാ, തത്വദർശികളായിട്ടുള്ള ഗുരുക്കന്മാരില്ലെങ്കിൽ അതുപോലുള്ള മഹാത്മാക്കള് നമ്മുടെ പ്രവൃത്തി കണ്ടിട്ട് നമ്മളെ പ്രശംസിക്കുകയാണെങ്കിൽ നമ്മളിൽ സത്വഗുണം വർദ്ധിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. ആരെങ്കിലും പ്രശംസിച്ചാൽ പോരാ, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഗുരുക്കന്മാർ പറയണം. അതായത് തത്വദർശികളായിട്ടുള്ള ഗുരുക്കന്മാര് നമ്മുടെ പ്രവൃത്തി കണ്ടിട്ട്, ഇല്ലേ നമ്മുടെ വാക്കോ ചിന്തയോ പ്രവൃത്തിയോ ഒക്കെ കണ്ടിട്ട് അവര് നമ്മളെ പ്രശംസിക്കണം. യഥാർത്ഥ ഭക്തനാണെന്ന് അവരൊക്കെ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. നിന്ദിക്കുകയോ സ്തുതിക്കുകയോ ചെയ്യാതെ തള്ളുന്നവർ രജോഗുണത്തെ വളർത്തും. ശ്രേയസ്സാകുന്ന മനുഷ്യൻ സത്വഗുണങ്ങളായവയെ മാത്രം സേവിക്കണം. സത്വഗുണത്തിൽ നിന്ന് ധർമ്മവും ജ്ഞാനവും രൂപപ്പെടും. വേണ്ടത് ഓർമ്മിക്കാനും അങ്ങനെയുള്ളവരാണ്, അതിനുവേണ്ടി ശ്രമിക്കുന്നവരാണ് സജ്ജനങ്ങൾ എന്ന് പറയുന്നത്. അവർക്ക് ഈ വിവേചന ശക്തിയും വർദ്ധിക്കും. വേണ്ടത് ഓർമ്മിക്കാനും വേണ്ടാത്തത് മറക്കാനും കഴിവുണ്ടാകും. സത്വഗുണ ചിന്തകൾ പരസ്പരം ഏറ്റുമുട്ടിക്കൊണ്ട് ജ്ഞാനാഗ്നിയെ ജ്വലിപ്പിക്കും. സത്വഗുണം ചിന്തകൾ പരസ്പരം ഏറ്റുമുട്ടി ജ്ഞാനാഗ്നിയെ ജ്വലിപ്പിച്ച് അതിൽ സ്വയം നശിക്കാനിടയാകുന്നു. കാട്ട് മുളകൾ തമ്മിലുരസി അഗ്നിയെ ജ്വലിപ്പിച്ച് സ്വയം വെന്തെരിയുന്നു പോലെ. അപ്പൊ ജ്ഞാനത്തെ നശിപ്പിക്കുന്നു എന്ന് ധരിക്കേണ്ട. ജ്ഞാനത്തെ കൂടെ ജയിക്കുമ്പോഴാണ് കൃപ ലഭിക്കുക എന്ന് ഉത്തരഗീതയിൽ നമ്മൾ കണ്ടതാണ്. അപ്പൊ ഈ ജ്ഞാനത്തെ കിട്ടിക്കഴിഞ്ഞാൽ അതില് മാനാഭിമാനങ്ങളും അഹങ്കരിക്കാനും ഒക്കെ ഇടവരും. അപ്പൊ നമ്മൾ പരമമായത് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന അതിലേക്ക് എത്തിയ പരമമായ അറിവിലേക്ക് എത്തിയ ബാക്കിയുള്ള അറിവുകളൊക്കെ ഉപേക്ഷിക്കണം എന്നാണ് പറയുന്നത്. അത് തന്നെ നശിപ്പിക്കപ്പെടും.
പിന്നെ ഒന്നും അറിയാനില്ലെങ്കിൽ പിന്നെ എന്താ അറിയാന്? ബാക്കിയുള്ള അറിവുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അപ്പൊ അങ്ങനെ ഗുണങ്ങളുടെ നാശത്തോടെ ഗുണപരിണാമമായിരിക്കുന്ന ദേഹവും വിട്ടുമാറി ബോധരവുമായ ഒരു ആത്മമത്വം തെളിയാൻ ഇടവരും. അപ്പൊ പരമമായത് അറിഞ്ഞു കഴിഞ്ഞാൽ പരമായതിലേക്ക് പോകും. അതുകൊണ്ടാണ് ജീവിച്ചിരിക്കുമ്പോ തന്നെ ശരീരത്തോട് കൂടി ഇരിക്കുമ്പോ ഈ ജീവൻ മുക്തി ഭാവം നമ്മൾ അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ ശരീരം ത്യജിച്ചാലും അങ്ങോട്ട് തന്നെ പോകൂ, ഈശ്വരിലേക്ക് പോകൂ. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉദ്ധവന്, സാധാരണ മനുഷ്യനെ പറ്റി ചിന്തിക്കുന്ന ഉദ്ധവൻ പറഞ്ഞു, മനുഷ്യൻ ആപത്തുകൾക്ക് ഇരിപ്പിടമായ ജഡവിഷയങ്ങളെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ആപത്തുകൾ എത്ര അനുഭവിച്ചാലും വേണ്ടില്ല, കഴുതകളെ പോലെ ഇല്ലേ, പട്ടികളെ പോലെ, ആടുകളെ പോലെ മനുഷ്യൻ ഈ വിഷയങ്ങളിൽ പിന്നാലെ പറ്റിക്കിടക്കും. ഇതിനെന്താണ് കാരണം? അതിന് ഭഗവാൻ മറുപടി പറയുന്നു, സത്യം അറിയാത്തവന് ഞാൻ വേറെ നീ വേറെ എന്ന അഹംബുദ്ധി വന്നു ചേരും. അതായത് ദ്വന്ദ്വഭാവം വരും. അതിന്റെ ഫലമായിട്ട് രജോ ഗുണം വളർന്ന മനസ്സ് രൂപം കൊള്ളും. സത്വഗുണം വളർന്നാൽ മനസ്സില്ലാതെ വരും, രജോ ഗുണം വളർന്നാൽ മനസ്സുണ്ടാകും. രജോ ഗുണ പ്രവർത്തമായിരിക്കുന്ന മനസ്സ് സങ്കല്പങ്ങളും സംശയങ്ങൾക്കും ഇരിപ്പിടമായി തീരും. തുടർന്ന് ദുസ്സഹമായ കാമം ബുദ്ധിയെ വ്യാമോഹിപ്പിക്കും. വ്യാമോഹം എന്ന് പറഞ്ഞാൽ വ്യർത്ഥമായ മോഹങ്ങളാണെന്ന് നമ്മൾ ഗീതയിൽ കണ്ടതാണ്. അതായത് നമുക്ക് പോലും സാധിക്കില്ല എന്ന് വിചാരിക്കുന്നത് മോഹിച്ചിരിക്കുക, മിഥ്യാചാരം ചെയ്യുക, വെറുതെ ഇരുന്ന് ചിന്തിക്കുക, സങ്കല്പങ്ങൾ മെനഞ്ഞു കൂട്ടുക. അങ്ങനെ അത് സംശയങ്ങൾക്ക് ഇരിപ്പിടമായിട്ട് മാറും. തുടർന്ന് ദുസ്സഹമായ കാമം ബുദ്ധിയെ വ്യാമോഹിപ്പിക്കും. ആ കാമത്തിന് അടിമയായിക്കൊണ്ട് ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് കർമ്മം ചെയ്യും. ഇന്ദ്രിയ ഭോഗ സുഖങ്ങൾ അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മനുഷ്യരെല്ലാവരും ഈശ്വരനെ പോലും കാണാൻ പോകുന്നത്. ഈ ഇന്ദ്രിയ ഭോഗ സുഖങ്ങൾക്ക് എനിക്ക് സുഖം കിട്ടണം, സമാധാനം കിട്ടണം എന്ന് ഉദ്ദേശിക്കുന്നത് ശരീരസുഖം ഇല്ലെങ്കിൽ ഭൗതിക ഭോഗസുഖങ്ങളുമാണ്. ഈ സുഖസമൃദ്ധിയാണ് ഏറ്റവും വലിയ സുഖം എന്ന് തെറ്റിദ്ധരിച്ചിട്ട് ഭഗവാന് പോലും ഓഫർ കൊടുത്തിട്ട് ആ സുഖം നേടാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അതിനു വേണ്ടിയിട്ടായിരിക്കും എന്തെങ്കിലും കർമ്മം ചെയ്താലും ചെയ്യുക. ഫലമോ കൂടുതൽ കൂടുതൽ ദുഃഖാനുഭവങ്ങൾ മാത്രം. അറിവ് ഉള്ളവനാകട്ടെ മനസ്സ് രജസിനും തമസിനും ചിലപ്പോഴുമൊക്കെ വഴങ്ങിയാൽ പോലും ആ മനസ്സിനെ സദാ അലസനാകാതെ അദ്വൈത സത്യം പഠിപ്പിക്കും. വിഷയങ്ങളിൽ ദോഷദൃഷ്ടി പുലർത്തും. അതുകൊണ്ട് ഉദ്ധവരെ, ഒരിക്കലും സത്യത്തെ മറക്കാതെ മനസ്സൊന്നിൽ തന്നെ അർപ്പിച്ച് പ്രാണ നിയന്ത്രണത്തോടെ കാലം കഴിച്ചുകൂട്ടാൻ യത്നിക്കൂ. ഈ യോഗമാണ് ഞാൻ എൻ്റെ ശിഷ്യന്മാരായിരിക്കുന്ന സനകാദി മുനിമാർക്ക് ഉപദേശിച്ചതും. മനസ്സിനെ ചുറ്റുപാടുകളിൽ നിന്നൊക്കെ ആകർഷിച്ച് എന്നിൽ ഉറപ്പിച്ചു നിർത്തുന്ന യോഗം ആർക്ക് സാധിക്കുന്നുവോ അവൻ ഈ ആപത്തുകളിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്യാം. ദ്വന്ദ്വഭാവം വരുന്നതാണ് നമ്മൾ ഈ ആപത്തുകളിൽ ചെന്ന് ചാടാനുള്ള ഒരേ ഒരു കാരണം. അതുകൊണ്ട് മനസ്സിനെ ഈശ്വരനെ തന്നെ ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് തസ്മാ സർവേഷു കാലേഷു മാം അനുസ്മര കർമ്മജ. നമ്മൾ ഏത് ജോലി ചെയ്താലും വേണ്ടില്ല, ഭഗവാനിൽ മനസ്സുറപ്പിച്ചുകൊണ്ട് ചെയ്യാം. ഊണിലും ഉറക്കത്തിലും തൂണിലും തുരുമ്പിലും നടപ്പിലും എടുപ്പിലും ഒക്കെ ഈശ്വരനെ സ്മരിച്ചുകൊണ്ട് ചെയ്യാൻ സാധിച്ചാൽ അത് മാത്രമേ ഉള്ളൂ ഈ ആപത്തുകളിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗം. ഇത്രയും പറഞ്ഞപ്പോൾ ഉദ്ധവന് വീണ്ടും സംശയം. ഭഗവാൻ എപ്പോഴാണ് യോഗം അങ്ങ് സനകാദി മുനിമാർക്ക് ഉപദേശിച്ചത് എന്ന് പറഞ്ഞു തരാമോ? ഏതു രൂപം ധരിച്ചാണ് ഉപദേശിച്ചത്? ആ യോഗം ഞാനും അറിയാൻ ആഗ്രഹിക്കുന്നു. ഭഗവാൻ അറിയിച്ചു. സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാരൻ എന്നീ 4 പേർ, അഥവാ 4 പേരും ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരായ മുനിമാരാണ്. അവർ അദ്വൈത അനുഭവം ഉളവാക്കുന്ന യോഗത്തിന്റെ സൂക്ഷ്മഗതി എങ്ങനെ ഉള്ളതാണെന്ന് പിതാവിനോട് ചോദിച്ചു. എന്ന് പറഞ്ഞാൽ ബ്രഹ്മപ്രജാപതിയോട് ചോദിച്ചു. ഗുണങ്ങളിൽ പെട്ടു നിൽക്കുന്നതാണ് മനസ്സ്. മനസ്സിൽ കുടികൊള്ളുന്നവയാണ് ഗുണങ്ങൾ.
മനസ്സിന്റെയും ഗുണങ്ങളുടെയും ഈ അന്യോന്യ ആശ്രയസ്ഥിതിയെ ഒരു മുമുക്ഷുവിനെ എങ്ങനെ തരണം ചെയ്യാൻ കഴിയും എന്നതായിരുന്നു അവരുടെ ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ പിതാവായ ബ്രഹ്മാവിന് കഴിഞ്ഞില്ല. പ്രശ്നത്തിന് ഉത്തരത്തിനായിക്കൊണ്ട് ബ്രഹ്മാവ് എന്നെ ധ്യാനിച്ചു. ഞാൻ ഒരു ഹംസത്തിന്റെ രൂപം ധരിച്ച അദ്ദേഹത്തിന്റെ മുമ്പിലെത്തി. എന്നെ കണ്ടതോടെ സനകാദി മുനിമാർ അഭിവാദനം പൂർവം എന്റെ മുമ്പിലേക്ക് കടന്നു വന്നു. അച്ഛനെ മുൻനിർത്തി അവരെന്നോട് അങ്ങ് ആരാണ് എന്ന് ചോദിച്ചു. സത്യമറിയാൻ കൊതിച്ചു നിൽക്കുന്ന അവരോട് ഞാൻ എന്താണോ പറഞ്ഞത് അത് ഞാൻ നിന്നെ കേൾപ്പിക്കാം. അപ്പോ ബ്രഹ്മാവിന് പോലും ഈ സൃഷ്ടി സ്ഥിതി ലയം അതിനെ സൃഷ്ടി നടത്തുന്ന ബ്രഹ്മാവിന് പോലും ഈ പരമമായത് അറിയാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായി. ബ്രഹ്മാവ് കാരണം ആദ്യത്തെ സൃഷ്ടി തന്നെ അവിദ്യാദി ദോഷങ്ങളാണ് സൃഷ്ടിച്ചത്. ഈ അവിദ്യാദി ദോഷങ്ങൾ എന്ന് പറയുന്നതാണ് ഈ മായ, സത്വരജ തമോ ഗുണങ്ങളുടെ പ്രഭാവം. പിന്നെ അവിദ്യാദി ഗുണങ്ങൾ സൃഷ്ടിച്ചതിന് ശേഷമാണ് ഈ സനൽകുമാരന്മാരെ സൃഷ്ടിച്ചത്. അവർ ജനിച്ച ഉടനെ തന്നെ പരമജ്ഞാനിയായിരുന്നു, സാത്വികരായിരുന്നു. അതുകൊണ്ട് അച്ഛനോട് ഇങ്ങനെ കടുത്തപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചു. മാനസപുത്രന്മാരായ മുനിമാര് അവർ അദ്വൈത അനുഭവം ഉളവാക്കുന്ന യോഗത്തിന്റെ സൂക്ഷ്മഗതി എങ്ങനെയുള്ളതാണെന്ന് പിതാവിനോട് ചോദിച്ചു. പിതാവിന് പോലും അറിയില്ല. അങ്ങനെയാ നമ്മുടെയും കാര്യം. അതുപോലെ നമ്മള് കുട്ടികളെ വളർത്തിക്കൊണ്ടു വന്നാലും ചില കുട്ടികള് നമ്മളോട് ചോദിക്കുന്ന ചോദ്യത്തിന് അച്ഛനമ്മമാർക്ക് പോലും ഉത്തരം കണ്ടെത്താൻ സാധിക്കില്ല. അവർക്കും അതിനു മുമ്പ് അത് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കാതെ വരും. അപ്പൊ ബ്രഹ്മാവിന് പോലും ഈ സ്ഥിതി ഉണ്ടായി. അതാണ് ഈ അവിദ്യാദി ദോഷങ്ങളുടെ പ്രഭാവം അവിടെ തന്നെ തുടങ്ങി. ഈ ആദ്യം സൃഷ്ടിച്ചത് അവിദ്യാദി ദോഷങ്ങളായതുകൊണ്ട് ബ്രഹ്മാവിനെ തന്നെ അവിദ്യാദി ദോഷങ്ങൾ ബാധിച്ചു. അത് ജനിച്ചു വന്ന സനൽകുമാരന്മാർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ അദ്വൈതാനുഭൂതി ഉണ്ടാകാനുള്ള മാർഗം എന്താണെന്ന് അന്വേഷിക്കുന്നത്. അവസാനം ബ്രഹ്മപ്രജാപതി വേഗം ഭഗവാൻ വിഷ്ണുവിനെ സ്മരിച്ചു. വിഷ്ണു ഒരു ഹംസത്തിന്റെ രൂപത്തിൽ ഇവരുടെ മുമ്പിൽ പ്രത്യക്ഷമായി. അപ്പൊ സനൽകുമാരന്മാർക്ക് കാര്യം പിടികിട്ടി. അവരുടനെ ഭഗവാനെ സമീപിച്ചു. മനസ്സിന്റെയും ഗുണങ്ങളുടെയും അന്യോന്യമായ സ്ഥിതിയെ ഒരു മുമുക്ഷുവിനെ എങ്ങനെ തരണം ചെയ്യാൻ കഴിയും എന്നതായിരുന്നു അവരുടെ ചോദ്യവും. ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ പിതാവായ ബ്രഹ്മാവിന് കഴിഞ്ഞില്ല. പ്രശ്നത്തിന് ഉത്തരത്തിനായിക്കൊണ്ട് ബ്രഹ്മാവ് എന്നെ ധ്യാനിച്ചു. ഞാൻ ഒരു ഹംസത്തിന്റെ രൂപം ധരിച്ച് അദ്ദേഹത്തിന്റെ മുമ്പിലെത്തി. എന്നെ കണ്ടതോടെ സനൽകുമാരന്മാർ അഭിവാദനപൂർവം എന്റെ മുമ്പിലേക്ക് കടന്നു വന്നു. അച്ഛനെ മുൻനിർത്തി അവരെന്നോട് അങ്ങ് ആരാണെന്ന് ചോദിച്ചു. സത്യമറിയാൻ കൊതിച്ചു നിൽക്കുന്ന അവരോട് ഞാൻ എന്താണോ പറഞ്ഞത് അത് ഉദ്ധവ നിന്നെ ഞാൻ കേൾപ്പിക്കാം എന്ന് പറഞ്ഞു. ഭഗവാൻ ശ്രദ്ധിച്ചു കേട്ടോളൂ. അല്ലയോ മുനിമാരെ, വസ്തു പലതില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ ഈ ചോദ്യത്തിന് എന്താണ് പ്രസക്തി? വ്യക്തമായ എനിക്ക് ആശയമായിട്ട് മറ്റൊന്നുണ്ടാകുക സാധ്യമല്ലല്ലോ. ഇനിയും പഞ്ചഭൂതങ്ങൾ ഉണ്ടല്ലോ എന്നാണെങ്കിൽ അവ എല്ലായിടത്തും തുല്യ രൂപങ്ങളാകയാൽ അങ്ങ് ആരാണ് എന്ന ചോദ്യം വെറും ശബ്ദഭേദം മാത്രമായിട്ടല്ലേ കരുതാൻ പറ്റൂ? അർത്ഥഭേദം സാധ്യമല്ലല്ലോ. മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ കണ്ണുകൊണ്ടോ മറ്റിന്ദ്രിയങ്ങൾ കൊണ്ടോ എന്തെല്ലാം ഗ്രഹിക്കപ്പെടുന്നോ അതെല്ലാം ബോധരൂപനായിരിക്കുന്ന ഞാൻ മാത്രമാണ് എന്നറിയുക. ഞാനല്ലാതെ മറ്റും ഇവിടെ ഒന്നുമില്ല. എന്തുകൊണ്ട്? എല്ലാം ബോധം തന്നെയാണ്. ബോധമില്ലെങ്കിൽ ഞാനുമില്ല, ബോധമില്ലെങ്കിൽ നീയുമില്ല. എല്ലാം ബോധം തന്നെയാണ്. കുട്ടികളെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഗുണങ്ങൾ ചിത്തത്തിൽ, ചിത്തം ഗുണങ്ങളിൽ. എന്നാൽ ഇവ രണ്ടും പരമമായ സ്വരൂപനായിരിക്കുന്ന ജീവനിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ ദേഹങ്ങളാണ് ഈ കാണുന്നതൊക്കെ. നിരന്തരം ഗുണങ്ങളെ പിന്തുടർന്നുകൊണ്ട് ചിത്തം ഗുണങ്ങളെ പറ്റിപ്പിടിക്കും. ഗുണങ്ങളാകട്ടെ ചിത്തത്തെയും വിട്ടുമാറാതെ പിന്തുടരും. ഒരു സത്യന്യാസി ഈ ഗുണങ്ങളിലും ചിത്തത്തിലും എന്നെ തന്നെ കണ്ട് സ്വയം ബ്രഹ്മമായി ഭവിച്ച് ചിത്തഗുണങ്ങളെ പുറന്തള്ളേതാണ്.
ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്നീ അനുഭവങ്ങൾ മായാഗുണങ്ങളെ ആശ്രയിക്കുന്നത് കൊണ്ട് ബുദ്ധിയെ ഭ്രമ അനുഭവങ്ങളാണ് ഉണ്ടാക്കുന്നത്. ജീവാത്മാവ് അവയിൽ നിന്ന് ഭിന്നമാണ്. സാക്ഷിയായി നിന്നുകൊണ്ട് അവയെ പ്രകാശിക്കുന്നവനാണ് ജീവൻ. സാക്ഷിത്വേന വിനശ്ചിത. സാക്ഷി മാത്രമാണ് തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. ജീവാത്മാവ് സാക്ഷി മാത്രമാണെന്ന് തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. ആര് തീരുമാനിച്ചു? ജീവാത്മാവ്, അവരുടെ സാക്ഷി. ജാഗ്രത, സ്വപ്നം, സുഷുപ്തി ഭാവങ്ങളുടെ അഥവാ കാര്യങ്ങളോട് അവയോട് പറ്റിച്ചേരാതെ മാറി നിൽക്കുന്ന ജീവാത്മാവാണ് സാക്ഷി. പ്രകാശിപ്പിക്കുന്ന ഘടകങ്ങളാണ് ആ മാറി നിന്നുകൊണ്ട് ജീവാത്മാവിന്റെ പ്രേരണ കൊണ്ട് തന്നെ ഈ ഭ്രമം നമ്മളിൽ ഉണ്ടാക്കുകയും ചെയ്യും. സാക്ഷിഭാവത്തെ സാക്ഷിഭാവത്തിൽ നിന്നുകൊണ്ട് നാടകരംഗത്തെ വിളക്കിനോട് ഉപമിക്കാം. നാടകരംഗത്ത് തന്നെ എല്ലാ വേഷവിധാനങ്ങളും വിളക്ക് അതേപടി പ്രകാശിപ്പിക്കും. എന്നാൽ അവയുടെ ഗുണദോഷങ്ങളിൽ വിളക്ക് ഒരിക്കലും പറ്റിച്ചേരുന്നില്ല. ഇപ്പം നമ്മൾ പ്രകാശം ലൈറ്റ് ഇട്ടിട്ട് ലൈറ്റിൽ കാണുന്ന നല്ലതും ചീത്തയായിട്ടുള്ളതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ നല്ലതായാലും ചീത്തയായാലും ആ പ്രകാശത്തിന്റെ കിരണങ്ങൾക്ക് അല്ലെങ്കിൽ ആ പ്രകാശത്തിന്, വിളക്കിന് ഇല്ലെങ്കിൽ ആ ലൈറ്റിന് ഒരു കാരണവശാലും ഈ ഗുണദോഷങ്ങളൊന്നും യാതൊരു ഒട്ടലും ഇല്ലാതെ അത് നിൽക്കുന്നുണ്ട്, പറ്റിച്ചേരുന്നേ ഇല്ല. രംഗങ്ങളും വേഷവിധാനങ്ങളും മാറി മാറി വന്നാലും ഈ വിളക്കിന് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. അതിലൊന്നും ഒട്ടലും ഉണ്ടാകില്ല. അതിന്റെ വാസനാബലവും ഈ വിളക്കിനെ ബാധിക്കുകയുമില്ല. ഇതുപോലെയാണ് ജീവാത്മാവ്. ജാഗ്രത, സ്വപ്ന, സുഷുപ്തി 3 അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ജീവാത്മാവിന് യാതൊരു ബന്ധവുമില്ലാതെ നിസ്സംഗമാകത്തിൽ ജീവാത്മാവ് നിൽക്കും. എന്നാൽ ശരീരികളായിരിക്കുന്ന നമ്മള് ഈ 3 അനുഭവത്തിലൂടെ കടന്നു പോവുകയും ചെയ്യും. ഓരോ അനുഭവവും ഇല്ലാതെ ഇരുട്ടിൽ ലഭിക്കുന്ന ഗാഠനിദ്രയാണ് സുഷുപ്തി. എന്നാൽ സുഷുപ്തിയില് ഈ പറയുന്ന ഗുണഭേദങ്ങളൊന്നും നമുക്ക് തിരിച്ചറിയാൻ സാധ്യമല്ല. സ്വയം ഉള്ളിൽ ഒരു ലോകത്തെ ഉണ്ടാക്കി അനുഭവിക്കുന്നതാണ് സ്വപ്നം. ഒരു അനുഭവവും ഇല്ലാതെ ഇരുട്ടിൽ ലയിക്കുന്ന ഗാഠനിദ്രയാണ് സുഷുപ്തി. ഈ 3 അനുഭവങ്ങളും എന്നും മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. എന്നാൽ ഈ 3 അനുഭവങ്ങളെയും ഉള്ളവയാക്കി തീർക്കുന്ന ഞാൻ എന്ന ജീവ അനുഭവം ഒരു മാറ്റവുമില്ലാതെ തുടർന്ന് കാണുകയും ചെയ്യും. ഉണർന്നിരിപ്പിലും സ്വപ്നം കാണുന്നതിലും സുഷുപ്തിയിലും ഒരു മാറ്റവും ഇല്ലാതെ വർത്തിക്കുന്ന ജീവാത്മാവ് മാത്രമാണ്. ഉണർന്നിരിക്കുന്നതും സ്വപ്നം കണ്ടതും ഉറങ്ങിയതും എല്ലാം ഞാൻ തന്നെയാണ് എന്ന് അറിയുക. ഒരു മാറ്റവും മാറി വരുന്നതൊക്കെ അസത്യം, മാറ്റമില്ലാത്തത് സത്യം. ഈ നിർവചനം കൊണ്ട് തന്നെ മാറി വരുന്ന ജാഗ്രത, സ്വപ്ന, സുഷുപ്തി അനുഭവങ്ങൾ അസത്യഭ്രമങ്ങളാണെന്നും ജീവാത്മാവ് സത്യമാണെന്നും തെളിയുന്നു. മാറി മാറി വരുന്ന ജഡങ്ങളും മാറാതെ അവയെ പ്രകാശിപ്പിക്കുന്ന ജീവൻ ബോധം സത്യമാണ്. ജഡനാമരൂപങ്ങൾ അസത്യവുമാണ്. ഈ കാര്യമാണ് നമ്മൾ ഉറപ്പിച്ച് മനസ്സിലാക്കേണ്ടത്. തുടർന്നും ഭഗവാൻ പറഞ്ഞു, ആത്മാവ് ഈ ഭ്രമങ്ങളിൽ പെട്ടുപോകുന്നതാണ്. അതാണ് സംസാര ബന്ധം എന്ന് പറയുന്നത്. ഈ ഭ്രമാനുഭവങ്ങളെ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി 3നെയും ഒഴിച്ചു മാറ്റി 4മത്തേതായ ശുദ്ധ അനുഭവം നേടുന്നതാണ് ബ്രഹ്മസാക്ഷാത്കാരം. തുര്യ അനുഭവമാണ് പ്രസിദ്ധമായി തീർന്നിട്ടുള്ളത്. തുര്യം എന്നതിന് 4മത്തേത് എന്നാണ് അർത്ഥം. അസത്യങ്ങളായിരിക്കുന്ന ജഡകാര്യങ്ങളെ സത്യമെന്ന് തെറ്റിദ്ധരിക്കുന്നതോടെ സാക്ഷിയായിരിക്കുന്ന ജീവൻ അഹങ്കാരിയായി മാറും. അഹങ്കാരത്തിനാണ് സംസാര ബന്ധനം കാരണമായി ഭവിക്കുന്നത്. ഒരു ജ്ഞാനി ജഡവിഷയങ്ങളിൽ നിന്ന് വിരക്തനായി അഹങ്കാരഭാവം വെടിഞ്ഞ് ശുദ്ധബോധാനുഭവമായിരിക്കുന്ന തുര്യത്തിൽ എത്തി നിൽക്കേണ്ടതാണ്. ജഡവിഷയങ്ങൾ സത്യമെന്ന് കരുതുന്നിടത്തോളം ഈ തുര്യ അനുഭവം സാധ്യവുമാകുന്നതല്ല. യുക്തി കൊണ്ട് ജഡവിഷയങ്ങളുടെ അസത്യത്വത്തെ ഉറപ്പുവരുത്തണം. അത് സ്വയം യുക്തി സഹജമായിട്ട് വിചാരം ചെയ്യണം. അല്ലെങ്കിൽ സ്വപ്നവേളയിൽ സ്വപ്ന പദാർത്ഥങ്ങൾ ഉള്ളവയാണെന്ന് കരുതപ്പെടുന്ന പോലെ പുറത്തു വന്നാലും ആ സ്വപ്നം കണ്ട കാര്യം ഇങ്ങനെ ഭ്രമത്തിൽ മറ്റുള്ളവരോട് പറഞ്ഞ് അതിൽ
നല്ലതാണ് കണ്ടതെന്നുണ്ടെങ്കിൽ അതിൽ ഭ്രമിച്ചു നടക്കും. ഇനി ചീത്തയാണ് കണ്ടതെങ്കിൽ അതിലും ഭ്രമിക്കും. എന്ന് പറഞ്ഞാൽ രണ്ട് ഭ്രമവും, ഒന്ന് ഗുണത്തിലുള്ള ഭ്രമവും, രണ്ട് ആദപ്പതിനത്തിൽ നാശത്തിലുള്ള ഭയവുമാണ് ഉണ്ടാവുക. അല്ലെങ്കിൽ സ്വപ്നവേളയിൽ സ്വപ്ന പദാർത്ഥങ്ങൾ ഉള്ളവയാണെന്ന് കരുതപ്പെടും. അതേപോലെ ഭ്രമാനുഭവങ്ങളും സത്യത്വ ബുദ്ധി മറിഞ്ഞിരിക്കുകയും ചെയ്യും. ഈ മൂന്നവസ്ഥയെ ഉപേക്ഷിച്ചാലാണ് സത്യബുദ്ധി വന്നു ചേരുക. ഇതാണ് സംസാര ബന്ധനത്തിൽ നിന്ന് മുക്തി നേടാനുള്ള മാർഗം. ഇല്ലെങ്കിൽ ഈ ദ്വന്ദ്ഭാവം നിലനിർന്നാൽ നമ്മള് സംസാര ബന്ധനത്തിൽ തന്നെ ചെന്നുപെടുകയും ചെയ്യും. ഇതിന്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായമാർഗേണ മഹിമഗീശാഗോ ബ്രാഹ്മണേഭ്യ സുഖം ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.